നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. പെട്രോളിനും ഡീസലിനും വില കൂട്ടി. 3 രൂപ വീതമാണ് കൂട്ടിയത്. പെട്രോൾ വില 94.77 രൂപയിൽ നിന്ന് 97.77 രൂപയായി. ഡീസൽ വില 87.67 രൂപയിൽ നിന്ന് 90.67 രൂപയായി വില വർദ്ധിപ്പിച്ചു. മെയ് 15-ന് വില വർദ്ധിക്കുമെന്ന് നേരത്തെ സൂചനയുണ്ടായിരുന്നു. 5 രൂപയെങ്കിലും വർദ്ധിപ്പിക്കണമെന്നായിരുന്നു എണ്ണ കമ്പനികളുടെ ആവശ്യം. എന്നാൽ 3 രൂപ വർദ്ധിപ്പിക്കാനാണ് കേന്ദ്രം അനുമതി നൽകിയത്. രാജ്യത്തെ എണ്ണ കമ്പനികൾക്ക് പ്രതിമാസം ഏകദേശം 30,000 കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടം നേരിടുന്നതിനാൽ മെയ് 15-ന് മുമ്പ് ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കുമെന്ന് റിപ്പോർട്ട് വന്നിരുന്നു. ഗാർഹിക LPG സിലിണ്ടറുകളുടെ വിലയിലും വർധനവുണ്ടായേക്കാം. 4 വർഷത്തിനിടെ ആദ്യമായാണ് പെട്രോൾ ഡീസൽ വിലയിൽ വർധനവുണ്ടാകുന്നത്. 2022 മുതൽ ചില്ലറ വിൽപ്പന നിരക്കുകൾ വലിയ തോതിൽ മരവിപ്പിച്ചിരിക്കുകയായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 51 വാർഡുകളെ ബാധിക്കുന്ന തരത്തിൽ 22 മണിക്കൂർ ജലവിതരണം തടസ്സപ്പെടുമെന്ന് കേരള വാട്ടർ അതോറിറ്റി പ്രഖ്യാപിച്ചു. മെയ് 15 വെള്ളിയാഴ്ച രാവിലെ 8 മുതൽ മെയ് 16 ശനിയാഴ്ച രാവിലെ 6 വരെയാണ് ഷട്ട് ഡൗൺ നിശ്ചയിച്ചിരിക്കുന്നത്. അരുവിക്കരയിലെ 72 MLD 75 പ്ലാന്റുകളിൽ പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നതിനും അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും തടസ്സം ആവശ്യമാണ്. കൂടാതെ വെള്ളയമ്പലം ജംഗ്ഷനിലെ ഒരു പ്രധാന പൈപ്പ് ലൈനിലെ കേടായ വാൽവ് KWA മാറ്റി സ്ഥാപിക്കും. SSLC പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചകഴിഞ്ഞ് 3-ന് PR ചേംബറിൽ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫാണ് ഫലം പ്രഖ്യാപിക്കുക. THSLC ഹിയറിംഗ് ഇംപയർഡ്, AHSLC എന്നീ പരീക്ഷകളുടെ ഫലവും പ്രഖ്യാപിക്കും. 4,17,497 വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതിയത്. ഫലപ്രഖ്യാപനം കഴിഞ്ഞാലുടൻ സർട്ടിഫിക്കറ്റ് വിതരണം തുടങ്ങും. മെയ്യിൽ തന്നെ ട്രയൽ അലോട്ട്മെന്റ് നടത്താനാണ് നീക്കം. ഒടുവിൽ മൗനം വെടിഞ്ഞ് രമേശ് ചെന്നിത്തല. ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനത്തിനായി പുറപ്പെടുന്ന വേളയിലായിരുന്നു രമേശ് മാധ്യമങ്ങളെ കണ്ടത്. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ചെന്നിത്തല VD സതീഷിന് പൂർണ്ണ പിന്തുണയുണ്ടാകും എന്ന വിശ്വാസവും പ്രകടിപ്പിച്ചു. സതീഷിന് എല്ലാവിധ ആശംസകളും നേർന്ന അദ്ദേഹം 10 വർഷത്തെ ദുർഭരണത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുകയാണ് ഈ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമെന്നും അക്കാര്യത്തിൽ സതീഷിന് ജനങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നതായും പറഞ്ഞു. ഔദ്യോഗിക പരിപാടികളുടെ തുടക്കം വന്ദേമാതര ആലപത്തോടെ വേണമെന്നാണ് ഫെബ്രുവരി 11-ന് ഇറക്കിയ കേന്ദ്ര സർക്കാർ ഉത്തരവിൽ പറയുന്നത്. 6 ഖണ്ഡികയും പാടുകയോ കേൾപ്പിക്കുകയോ വേണമെന്നാണ് ചട്ടം. തമിഴ്നാട് ഗവർണറുടെ ചുമതല കൂടി വഹിക്കുന്ന RV അർലേക്കർ അവിടെ മുഖ്യമന്ത്രി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങിൽ വന്ദേമാതരാലാപനം നടത്തി. എന്നാൽ VD സതീശൻ സർക്കാർ അതിന് തയ്യാറാകുമോ? വന്ദേമാതരത്തെ ഭാരത പാർലമെന്റിൽ പോലും ഒരു കാലത്ത് എതിർത്ത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിയുക്ത മന്ത്രിമാരും MLA-മാരും എന്ത് നിലപാടെടുക്കുമെന്നും തിങ്കളാഴ്ച അറിയാം. VD സതീശനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർക്കുമെതിരെ മുസ്ലിം ലീഗിന്റെ മുദ്രാവാക്യം. തൊടുപുഴയിലെ മുസ്ലിം ലീഗിന്റെ ആഹ്ലാദ പ്രകടനത്തിനിടയിലാണ് പ്രകോപന മുദ്രാവാക്യം. കേരള മണ്ണിൽ നിയമങ്ങൾ ഇനി ലീഗ് പറയും, കേരളം ലീഗ് ഭരിക്കും, അഭിമാനത്തിന് അസ്തിത്വം ആരുടെ മുന്നിലും പണയം വയ്ക്കാനാവില്ലെന്നും മുദ്രാവാക്യം. VD സതീഷിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടായിരുന്നു മുദ്രാവാക്യം. തുടർന്ന് ഇടുക്കി ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയെ സസ്പെൻഡ് ചെയ്തു. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് ആണ് ഇക്കാര്യം അറിയിച്ചത്. പാർട്ടിയുടെ അച്ചടക്കത്തിനും അന്തസ്സിനും നിരക്കാത്ത രീതിയിലും പ്രകോപനപരമായി മുദ്രാവാക്യം മുഴക്കിയതിനും പ്രകടനം നടത്തിയതിനുമാണ് നടപടിയെന്ന് ജനറൽ സെക്രട്ടറി അറിയിച്ചു. ആലപ്പുഴയിൽ ജപ്പാൻ ജ്വരം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. ചേർത്തല നഗരസഭാ പരിധിയിലും തണ്ണീർമുക്കം പഞ്ചായത്ത് പരിധിയിലുമാണ് ജപ്പാൻ ജ്വരം റിപ്പോർട്ട് ചെയ്തത്. തണ്ണീർമുക്കം പഞ്ചായത്തിൽ 4.5 വയസ്സുകാരനും ചേർത്തല നഗരസഭയിൽ 80-കാരിക്കുമാണ് രോഗബാധ. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന 2 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. ചേർത്തല നഗരസഭയിലും പഞ്ചായത്ത് തലത്തിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. ചേർത്തല നഗരസഭയിൽ രോഗബാധയുണ്ടായ പ്രദേശത്തും പരിസരത്തും കൊതുക് നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ആരംഭിച്ചു. വനം വകുപ്പിന്റെ സർപ്പ പദ്ധതി വഴി സംസ്ഥാനത്ത് ഇതുവരെ പിടികൂടിയത് 8,905 പാമ്പുകളെ. ഇതിൽ 4,188 എണ്ണം മൂർഖനും 1,360 മലമ്പാമ്പും 312 അണലിയുമാണ് റെസ്ക്യൂവർമാർ പിടിച്ചെടുത്തത്. ശംഖുവരയന്മാരുടെ എണ്ണം 60. സാധാരണയായി ഒക്ടോബർ-നവംബർ മാസങ്ങളിലാണ് നിരവധി പാമ്പുകളെ പിടികൂടാറുള്ളത്. എന്നാൽ ജനുവരി മുതൽ ഈ മാസം വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഓരോ മാസവും 2000-ലധികം പാമ്പുകളെ പിടികൂടേണ്ടി വരുന്നതായി സർപ്പ നോഡൽ ഓഫീസർ അൻവർ പറയുന്നു. പിടികൂടിയ പാമ്പുകളിൽ ഒറ്റ സംഖ്യയുള്ള എണ്ണം രാജവെമ്പാല മാത്രമേ ഉള്ളൂ.
സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അടുത്ത 5 ദിവസവും മഴ ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇന്ന് തെക്കൻ ജില്ലകളിൽ 6 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നൽകിയിട്ടുള്ളത്. അടുത്ത 2 ദിവസങ്ങളിൽ വടക്കൻ മേഖലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ആഡംബര ഹോട്ടൽ നിർമ്മാണത്തിന് അദാനി ഗ്രൂപ്പും ഹോട്ടൽ രംഗത്തെ ആഗോള വമ്പന്മാരായ IHG ഗ്രൂപ്പും ഇന്ത്യ കോണ്ടിനെന്റൽ ഹോട്ടൽ ഗ്രൂപ്പ് കൈകോർക്കും. തിരുവനന്തപുരം ഉൾപ്പെടെ രാജ്യത്ത് 5 വിമാനത്താവളങ്ങളിൽ IHGയുമായി അദാനി ഗ്രൂപ്പ് പുതിയ ഹോട്ടൽ സമുച്ചയങ്ങൾ നിർമ്മിക്കുന്നത്. അദാനി എയർപോർട്ട് ഹോൾഡിംഗ്സ് ലിമിറ്റഡും IHG ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സും ഇതിനായുള്ള കരാറിൽ ഒപ്പുവെച്ചു. IHGയുടെ ആഡംബര ലൈഫ് സ്റ്റൈൽ ബുട്ടീക് ബ്രാൻഡായ കിംപ്ടൺ ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സും ഇതോടെ ഇന്ത്യയിലെത്തും. ഫണ്ടില്ലാത്തതിനാൽ അവധിക്കാല അധ്യാപക പരിശീലനം റെസിഡൻഷ്യൽ രീതി ഒഴിവാക്കി നടത്താൻ SCERT തീരുമാനിച്ചു. PM ശ്രീ ഫണ്ടും സർക്കാർ ഫണ്ടും ലഭ്യമാകാത്ത സാഹചര്യത്തിലാണ് ഫണ്ടിനായി സമഗ്ര ശിക്ഷ കേരള സമർപ്പിച്ച അപേക്ഷയിൽ സർക്കാർ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. ഇക്കുറി ഓൺലൈനായി മുന്നൊരുക്കങ്ങളും 2 ദിവസത്തെ 2 ബാച്ചുകളിൽ ഓഫ്ലൈനായി പരിശീലനവും നടത്തും. അധ്യാപകർ നിർബന്ധമായും ഒരു ബാച്ചിൽ പങ്കെടുക്കണം. LP, UP, ഹൈസ്കൂൾ വിഭാഗം പരിശീലനത്തിന്റെ വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അയച്ച കത്തിൽ SCERT നൽകിയിട്ടുണ്ട്. ഒമാൻ തീരത്ത് ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പതാക വഹിച്ച ചരക്ക് കപ്പൽ മുങ്ങി. ഗുജറാത്തിൽ നിന്നുള്ള ഹാജി അലി എന്ന ചരക്ക് കപ്പലാണ് മുങ്ങിയത്. 4 ഇന്ത്യൻ ജീവനക്കാരെയും ഒമാൻ അധികൃതർ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. സംഭവത്തിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. ഇന്ത്യൻ പതാക വഹിച്ച കപ്പലിന് നേരെ നടന്ന ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും അപലപനീയമാണെന്നും അറിയിച്ചു. ബുധനാഴ്ച പുലർച്ചെ 3:30 ഒമാന്റെ വടക്കൻ തീരത്തുള്ള ലിമയ്ക്ക് സമീപമായിരുന്നു സംഭവം. സൊമാലിയയിൽ നിന്ന് ഷാർജയിലേക്ക് കന്നുകാലികളുമായി പോവുകയായിരുന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. ആരാണ് പിന്നിലെന്ന് വ്യക്തമല്ല. അജ്ഞാത സ്ഫോടക വസ്തു കപ്പലിൽ വന്ന് ഇടിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. സ്കൂൾ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപുള്ള മോർണിംഗ് അസംബ്ലിയിൽ വിദ്യാർത്ഥികൾ വന്ദേമാതരം ആലപിക്കുന്നുണ്ടെന്ന് സംസ്ഥാന മേധാവികൾ ഉറപ്പുവരുത്തണമെന്ന് ബംഗാളിലെ സുവേന്ദു അധികാരി സർക്കാർ ഔദ്യോഗിക വിജ്ഞാപനത്തിൽ പറയുന്നു. വരുന്ന തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും പ്രാർത്ഥനാ ഗീതമായി വന്ദേമാതരം അവതരിപ്പിക്കും. ഇക്കാര്യം സെക്രട്ടേറിയറ്റിനെ അറിയിക്കും. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നിയമസഭയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ അടുത്തയാളായി ദീർഘകാലമായി കാണപ്പെട്ടിരുന്ന മുതിർന്ന ഉദ്യോഗസ്ഥനും കൊൽക്കത്ത ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ DCP ശാന്തനു സിൻഹ ബിസ്വാസിനെ കൊള്ളയടിക്കൽ റാക്കറ്റുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED ബുധനാഴ്ച അറസ്റ്റ് ചെയ്തു. മാസങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും സഹകരണം ഉറപ്പാക്കാൻ ഏജൻസി നടത്തിയ ആവർത്തിച്ചുള്ള ശ്രമങ്ങൾക്കും ശേഷമാണ് DCP ബിശ്വാസിനെ അറസ്റ്റ് ചെയ്തത്. ED പുറപ്പെടുവിച്ച നിരവധി സമൻസുകൾക്ക് ശാന്തനു ബിശ്വാസ് ഹാജരാകാത്തതിനെ തുടർന്ന് അന്വേഷണ ഏജൻസി അദ്ദേഹത്തിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. പശ്ചിമബംഗാളിൽ BJP മമത സർക്കാരിനെ അട്ടിമറിച്ച ദിവസങ്ങൾക്ക് ശേഷം ബുധനാഴ്ച അദ്ദേഹം ചോദ്യം ചെയ്യലിനായി ഹാജരായി. എന്നാലും ചോദ്യം ചെയ്യലിനിടെ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ കൂടുതൽ ആശങ്കകൾ ഉയർത്തുന്നതായി ED ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഏജൻസിയുടെ അഭിപ്രായത്തിൽ അദ്ദേഹം വസ്തുതകൾ മറച്ചുവെച്ച് അന്വേഷണവുമായി സഹകരിച്ചില്ല. നീറ്റ് UG 2026 ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA ഒരു സ്രോതസ്സാണെന്ന് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBI വ്യാഴാഴ്ച ഡൽഹി കോടതിയെ അറിയിച്ചു. ശുഭം ഖൈർനാർ പൂനെ ആസ്ഥാനമായുള്ള ഒരു വ്യക്തിയിൽ നിന്നാണ് ചോദ്യപേപ്പർ അത് തന്റെ NTA സ്രോതസ്സിൽ നിന്ന് നേടിയതാണെന്നും കോടതി ഉത്തരവിൽ രേഖപ്പെടുത്തിയ അവകാശവാദം ചൂണ്ടിക്കാട്ടി. ചോർച്ചയിൽ ഉൾപ്പെട്ട NTA ഉദ്യോഗസ്ഥരെയും മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരെയും തിരിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഏജൻസി അറിയിച്ചു. ഉദയനിധി സ്റ്റാലിന്റെ സനാതന വിരുദ്ധ പ്രസ്താവനകൾക്ക് പിന്നാലെ സനാതന ധർമ്മത്തെ ഇല്ലാതാക്കാൻ തയ്യാറാണെന്ന് TVK MLA VMS മുസ്തഫ തന്റെ പാർട്ടി പെരിയാർ EV രാമസ്വാമിയുടെയും BR അംബേദ്കറുടെയും ആദർശങ്ങൾ പിന്തുടരുന്നുവെന്നും സനാതനത്തെ ഇല്ലാതാക്കാനുള്ള പോരാട്ടത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ ദരിദ്രനായ MLA എന്ന് വാഴ്ത്തപ്പെട്ട TVK MLA സെന്ത്രൽ കുമാർ കോടീശ്വരനാണെന്ന് വെളിപ്പെട്ടതോടെ ജോസഫ് വിജയുടെ പാർട്ടിയുടെ മറ്റൊരു മുഖംമൂടി കൂടി അഴിഞ്ഞു വീണു. കിൽവൈത്തി നൻകുപ്പം മണ്ഡലത്തിലെ TVK MLA സെന്ത്രൽ കുമാർ കഴിഞ്ഞ ദിവസം നഗ്നപാതനായി ബസ്സിൽ നിയമസഭയിലെത്തിയത് വലിയ വാർത്തയായിരുന്നു. ദേശീയ മാധ്യമങ്ങളടക്കം പാവപ്പെട്ട MLAയെ വാഴ്ത്തിപ്പാടുകയും ചെയ്തിരുന്നു. എന്നാൽ സെന്ത്രൽ കുമാറിന്റെ എളിമ വെറും ഷോ ആണെന്നും സഹതാപം പിടിച്ചുപറ്റാനുള്ള ശ്രമമാണെന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. സെന്ത്രൽ കുമാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റാണെന്ന് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ വ്യക്തമാവുന്നു. ഏകദേശം 2.8 കോടിയുടെ ആസ്തിയുണ്ടെന്നാണ് സെന്ത്രൽ കുമാർ സ്വയം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ബംഗളൂരുവിൽ ആത്മീയ നേതാവ് ശ്രീ രവിശങ്കറിനൊപ്പം വേദി പങ്കിടുന്നതിനിടെ ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ സെന്ററിലെ തന്റെ താമസത്തെക്കുറിച്ച്
നടൻ രജനീകാന്ത് ഓർമ്മിച്ചു. ആരും തന്നെ നോക്കുക പോലും ചെയ്യാത്ത ആശ്രമ സന്ദർശനം തന്നെ വിനീതനാക്കിയെന്നും അത് ആത്മീയതയുടെ ശക്തിയെ ഓർമ്മിപ്പിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വലിയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് 2026 ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ CBI ഇപ്പോൾ രാജസ്ഥാനിലെ ജയ്പൂർ റൂറലിലെ ജമറാംഗഡിൽ നിന്നുള്ള ഒരു മുഴുവൻ കുടുംബത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു. അന്വേഷണത്തിനിടെ കുടുംബത്തിലെ 4 അല്ല 5 പേർക്ക് മെഡിക്കൽ കോളേജുകളിൽ സീറ്റ് ലഭിച്ചതായി വെളിപ്പെട്ടു. ഒരു കുടുംബത്തിന് എങ്ങനെ ഇത് നേടാനാവുമെന്നും ഒരു പേപ്പർ ചോർച്ച ശൃംഖല ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഗൗതം അദാനിക്കെതിരായ തട്ടിപ്പ് കുറ്റങ്ങൾ പരിഹരിക്കാനാണ് US അധികാരികൾ നീങ്ങുന്നതെന്ന് ഈ വിഷയവുമായി പരിചയമുള്ള ആളുകൾ പറയുന്നു. ഈ ആഴ്ച തന്നെ നീതിന്യായ വകുപ്പ് കുറ്റങ്ങൾ ഒഴിവാക്കുന്നതായി പ്രഖ്യാപിച്ചേക്കുമെന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആളുകൾ പറഞ്ഞു. 2024 സെപ്റ്റംബറിൽ അദാനിക്കും മറ്റുള്ളവർക്കുമെതിരെ കൊണ്ടുവന്ന സമാന്തര സിവിൽ തട്ടിപ്പ് കേസ് ഒത്തുതീർപ്പാക്കാൻ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷണർ നീക്കം നടത്തുന്നുണ്ടെന്നും പറയപ്പെടുന്നു. പടിഞ്ഞാറൻ രാജ്യങ്ങൾ തകർച്ചയിലാണെന്ന ഷീ ജിൻപിങ്ങിന്റെ മുൻ പരാമർശങ്ങളെ നിസ്സാരവൽക്കരിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച ശ്രമിച്ചു. ചൈനീസ് പ്രസിഡന്റ് തന്റെ മുൻഗാമിയായ ജോ ബൈഡന്റെ കാലഘട്ടത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നതെന്ന് പറഞ്ഞു. അമേരിക്ക ഒരുപക്ഷെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണെന്ന് പ്രസിഡന്റ് ഷീ വളരെ മനോഹരമായി പരാമർശിച്ചപ്പോൾ സ്ലിപ്പി ജോ ബൈഡന്റെയും ബൈഡൻ ഭരണകൂടത്തിന്റെയും 4 വർഷത്തിനിടയിൽ നമുക്കുണ്ടായ വലിയ നാശനഷ്ടങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പരാമർശിച്ചത്. ആ സ്കോറിൽ അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ്. ബീജിംഗിൽ ഷീയുമായുള്ള ഉച്ചകോടിയുടെ 2ാം ദിവസത്തിനു മുമ്പ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യലിൽ എഴുതി. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.